ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൂടെ ഭീകരരുടെ വീഡിയോ കോൾ പ്രചരിപ്പിച്ചു ട്രക്ക് ഡ്രൈവർ ATS പിടിയിൽ. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് മഹാരാഷ്ട്ര സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിൽ തീവ്രവാദ പ്രചരണം നടത്തിയെന്ന ആരോപണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 35-കാരനായ ട്രക്ക് ഡ്രൈവറെ മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. താനെ ജയിലിലെ പഗ്ഡ സ്വദേശിയായ സൊഹൈൽ റസാഖ് ഷെയ്ഖ് ആണ് പിടിയിലായിരിക്കുന്നത്. പിടികിട്ടാപ്പുള്ളിയായ ഭീകര നേതാക്കളുടെ പ്രസംഗങ്ങളും തീവ്രവാദ പ്രചരണ ഉള്ളടക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലൂടെ തന്നെ പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമം നടത്തിയതാണ് ATSന്റെ പ്രഥമ കണ്ടെത്തലായി പറയുന്നത്. ലഷ്കർ-ഇ-തയ്ബ കമാൻഡർ ഹർഫത്തുള്ള എന്ന വ്യക്തിയുടെയും അതേപോലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെയും പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ ആരോപണമായി പറയുന്നത്. സംഭവത്തിൽ പ്രതിയുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്ത ഫോറൻസിക് പരിശോധനയ്ക്കായി തന്നെ അയക്കുന്നതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇനി വെറും ആശയവിനിമയ വേദി മാത്രമല്ല, തീവ്രവാദ ആശയങ്ങളുടെ പ്രചരണത്തിനും റിക്രൂട്ട്മെന്റ് ശൃംഖലകൾക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം കൂടി ഇവിടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉയർന്നു വരികയാണ്. പ്രതി ഈ വീഡിയോകൾ മറ്റാർക്കെങ്കിലും പങ്കുവെച്ചുവെന്നും ഗ്രൂപ്പിൽ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇതിന് പിന്നിൽ സംഘടിത ശൃംഖലയുണ്ടോ അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ATSന്റെ പരിശോധനയിൽ വന്നിരിക്കുകയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം കൂടുതൽ പേജിലേക്കും വലിയൊരു ഡിജിറ്റൽ ശൃംഖലയിലേക്കും എത്തുമോ എന്നതും ഇവിടെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നതോടുകൂടി തന്നെ കേസിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിനായി തന്നെ അവിടെ വലിയ രീതിയിൽ ഇയാളെ പിന്നീട് പോലീസിന് കൈമാറുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സമാനമായ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 4 പേരെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘം ഷഹേദ് ഫട്ടുമായി തന്നെ ബന്ധമുണ്ട് എന്ന സംശയങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ATS പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാനത്തെ 14 പ്രാദേശിക ATS യൂണിറ്റുകളിൽ നിന്നും 58 സംഘങ്ങൾ 102 പേരാണ് ഇതിൽ ചോദ്യം ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഷെഹസാദ് ഭട്ടി ആകട്ടെ യുവാക്കളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചതും. പ്രാഥമിക അന്വേഷണത്തിലും വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഷെഹസാദ് ഭട്ടിന്റെയും കൂട്ടാളികളായ അജ്മൽ ഖൂർ, മറ്റ് വ്യക്തികൾ ഇവരെല്ലാവരുമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ ശൃംഖല വ്യാപിക്കാൻ ശ്രമിക്കുന്നതായി തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല സംശയത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ ഇവിടെ ATS അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.